അയർക്കുന്നം പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ ഭരണ തുടർച്ച. ആകെയുള്ള 21 സീറ്റിൽ 14 യു.ഡി.എഫ് നേടിയപ്പോൾ എൽ.ഡി.എഫിന് 4 സീറ്റുകളും ബി.ജെ.പിക്ക് 2 സീറ്റുകളുമാണ് ലഭിച്ചത്. തുടർച്ചയായി 3-ാം വർഷവും അയർക്കുന്നത്തിന്റെ പ്രസിഡന്റ് വനിതയായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അയർക്കുന്നം പഞ്ചായത്ത് ഇത്തവണയും യു.ഡി.എഫിനൊപ്പം നിന്നു. കഴിഞ്ഞ തവണ സമീപ പഞ്ചായത്തുകളിൽ എൽ.ഡി.എഫ് നേട്ടം കൊയ്തപ്പോഴും അയർക്കുന്നത്ത് യു.ഡി.എഫ് തന്നെയാണ് വിജയിച്ചത്. 21-അംഗ ഭരണസമിതിയിൽ യു.ഡി.എഫിന് 14 അംഗങ്ങളാണുള്ളത്. എൽ.ഡി.എഫിന് 4 അംഗങ്ങളും ബി.ജെ.പിക്ക് 3 അംഗങ്ങളുമുണ്ട്. 21-അംഗ ഭരണസമിതിയിൽ യു.ഡി.എഫിന് 14 അംഗങ്ങളാണുള്ളത്. എൽ.ഡി.എഫിന് 4-ഉം ബി.ജെ.പിക്ക് 3 അംഗങ്ങളുണ്ട്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ മികച്ച പ്രവർത്തനങ്ങളും യു.ഡി.എഫിനെ വിജയത്തിലേക്ക് നയിച്ചതായി പഞ്ചായത്ത് അംഗവും ഇലക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ജിജി നാഗമറ്റം പറഞ്ഞു. അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 21 സീറ്റുകളിലാണ് യു.ഡി.എഫ് മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. അതിൽ 14 സീറ്റുകളും കരസ്ഥമാക്കിക്കൊണ്ടാണ് യു.ഡി.എഫ് വീണ്ടും ഭരണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ 4 സീറ്റുകളാണ് വെറും എൽ.ഡി.എഫിന് ലഭിച്ചിരിക്കുന്നത്. അത് CPM-ന് 2 സീറ്റും കേരള കോൺഗ്രസിന് എമ്മിന് 2 സീറ്റും. അതോടൊപ്പം തന്നെ CPI-ക്ക് സീറ്റില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. ബി.ജെ.പിക്ക് 3 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരു സീറ്റും കൂടി കൂട്ടിച്ചേർത്ത് 3 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരം നേരിട്ടെങ്കിലും 7-ാം വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞതായും ജിജി നാഗമറ്റം പറഞ്ഞു. മുൻ ഭരണസമിതി ആരംഭിച്ച പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭരണസമിതിക്ക് കഴിയും. നിലവിലുള്ള ഭരണ തുടർച്ചയുടെ വികസനത്തിൻ്റെ മികവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യവും ഭരണം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു സീറ്റ് കൂടി കൂടുതൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതിൽ 14 സീറ്റിൽ 2 സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ബാബുവും അതോടൊപ്പം തന്നെ 12 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC-യും തീർച്ചയായിട്ടും വിജയസാധ്യത വന്നിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അയർക്കുന്നം ഡിവിഷനിൽ നിന്നും യു.ഡി.എഫിലെ ഗ്രേസി കരിമ്പന്നൂർ മികച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അയർക്കുന്നം പഞ്ചായത്തിൽ തുടർച്ചയായി 3-ാം തവണയും വനിതാ സാരഥ്യമാണ് ഉണ്ടാകുന്നത്. 2015-ൽ വനിതാ സംവരണമായിരുന്ന പഞ്ചായത്തിൽ 2020-ൽ പട്ടികജാതി ജനറൽ സംവരണമായിരുന്നുവെങ്കിലും വനിതയാണ് പ്രസിഡന്റായത്. ഇത്തവണ വീണ്ടും വനിതാ സംവരണ ലിസ്റ്റിൽപ്പെട്ടതോടെ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്ക് നീക്കിവെക്കേണ്ടി വരും. വനിതാ സാരഥികളുടെ നേതൃത്വത്തിൽ വീണ്ടും യു.ഡി.എഫ് ഭരണസമിതി അധികാരമേൽക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.